ഹലോ, ഗുഡ് മോർണിംഗ് ആൾ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പോസോൺ ഡിസ്ട്രിബ്യൂഷനിലെ ഒരു ചെറിയൊരു ടഫ് ഏരിയയാണ്. ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ എന്താണോ പഠിച്ചത് അതിൻ്റെ റിപ്പീറ്റേഷൻ ആയിരുന്നു പോസോൺ ഡിസ്ട്രിബ്യൂഷനിൽ പഠിച്ചത്. പക്ഷേ ഇത് മാത്രമാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു തിയറം. ഓക്കെ, ഇത് പറയുന്നത് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ലിമിറ്റിംഗ് ഫോം ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ലിമിറ്റിംഗ് ഫോം ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെ പറഞ്ഞാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ n ടെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. അങ്ങനെ വെറുതെ കിട്ടില്ല, അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്സ്. The binomial distribution tends to Poisson distribution under the conditions. First condition is n is very large. Okay, n is very large means n tends to infinity. This is first condition. Second one, p is very small. Okay, very small, that means p tends to 0. And third one is np equal to lambda. np equal to lambda means a finite quantity. ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ടെൻസ് ടു പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ പ്രൂഫ് നമുക്ക് പറയണം. ഇതിൽ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാനുണ്ട്, ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാനുണ്ട്. സോ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഫോർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എഫ് ഓഫ് എക്സ് നമുക്കറിയാം അല്ലേ. എഫ് ഓഫ് എക്സ് മീൻസ് എന്താണ്? എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു n minus x, x equal to 0, 1, 2, etc. up to n p plus q which is equal to 1. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത് എൻ സി എക്സിനെ നമ്മളൊന്ന് അതിൻ്റെ ഒരു ഡെഫിനേഷൻ കൊടുത്തു. ഓക്കെ, എൻ സി എക്സ് മീൻസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എൻ ഫാക്ടോറിയലും എൻ മൈനസ് എക്സ് ഫാക്ടോറിയലിലും ഉള്ള കോമൺ എലമെന്റ്സിനെ കണ്ടുപിടിക്കണം. ഓക്കെ, എൻ ഫാക്ടോറിയൽ മുതൽ എത്ര വരെ പോകുമെന്ന് ആലോചിക്കണം. എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ ആകാണ് n into n minus 1 into n minus 2 etc. n minus x plus 1, n minus x plus 1 into n minus x. n minus x-ന്റെ മുമ്പത്തെ n minus x plus 1 ആയിരിക്കും. ഇതിൻ്റെ ഇവിടെ ഉള്ളത് n minus x plus 2 ആയിരിക്കും. ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ n minus x ഫാക്ടോറിയൽ വരെ വരും. ഇനി നമുക്കിത് ക്യാൻസൽ ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ്. ഓക്കെ, ഇനി ഡൗട്ട്സ് ഉള്ളവർ എന്ത് ചെയ്യണം? n minus x ഫാക്ടോറിയൽ എഴുതി നോക്കുക. n minus x ഫാക്ടോറിയൽ. n minus x ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? n minus x ഇൻറ്റു n minus x minus 1 ഇൻറ്റു n minus x minus 2 എക്സെട്ര അല്ലേ. ഇതല്ലേ n minus x ഫാക്ടോറിയൽ എന്ന് പറയുന്നത്? n minus x ഇൻറ്റു n minus x minus 1 ഇൻറ്റു n minus x minus 2 എക്സെട്ര. ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ മുമ്പത്തെ ടേംസ് എന്തായിരിക്കും? ഇവിടെയുള്ള ടേം എന്തായിരിക്കാം? n minus എക്സ് പ്ലസ് 1 അല്ലേ. അപ്പോൾ എൻ മൈനസ് എക്സിൻ്റെ മുമ്പത്തെ ടേം എന്ന് പറഞ്ഞാൽ എൻ മൈനസ് എക്സ് പ്ലസ് 1 ആണ്. ഓക്കെ, എൻ മൈനസ് എക്സ് പ്ലസ് 1 കഴിഞ്ഞിട്ടാണ് എൻ മൈനസ് എക്സ്, എൻ മൈനസ് എക്സ് കഴിഞ്ഞിട്ടാണ് എൻ മൈനസ് എക്സ് മൈനസ് 1, അത് കഴിഞ്ഞിട്ടാണ് എൻ മൈനസ് എക്സ് മൈനസ് 2. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എൻ മൈനസ് എക്സിൻ്റെ തൊട്ട് മുമ്പത്ത് എൻ മൈനസ് എക്സ് പ്ലസ് 1, അപ്പോൾ n ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 എക്സെട്ര എൻ മൈനസ് എക്സ് പ്ലസ് 1 ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ. എൻ മൈനസ് എക്സ് മുതലുള്ളത് ഞാൻ അവിടെ വെച്ച് കട്ട് ചെയ്തു. ഓക്കെ, ബാക്കി എഴുതേണ്ട ആവശ്യമില്ല. ഇത് ക്യാൻസൽ ചെയ്യാണ് നമ്മുടെ ഉദ്ദേശം. എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു പി റൈസ് ടു എക്സ് ഇൻറ്റു ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. ഇത് അതുപോലെ എഴുതും. പി റൈസ് ടു എക്സ് ഇൻറ്റു ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. ഇതിൽ എൻ മൈനസ് എക്സ് ഫാക്ടോറിയലും എൻ മൈനസ് എക്സ് ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ എഴുതുന്നു. എൻ ഇൻറ്റു എൻ മൈനസ് 1 എൻ മൈനസ് 2 എക്സെട്ര എൻ മൈനസ് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇതിനെ പി റൈസ് ടു എക്സ് അതുപോലെ എഴുതി. ക്യൂ റൈസ് ടു എൻ ക്യൂ റൈസ് ടു മൈനസ് എക്സ് അതുപോലെ എഴുതി. ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സിനെ ഞാൻ ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് ഉണ്ട് ഇവിടെ, ഇതിന് ഞാൻ ക്യൂ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ ക്യൂ റൈസ് ടു എക്സ് എന്ന് എഴുതി. ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സിനെ ക്യൂ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ ക്യൂ റൈസ് ടു എക്സ്, അതാണ് എഴുതിയിട്ടുള്ളത്. ക്യൂ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ ക്യൂ റൈസ് ടു എക്സ്. ഇനി ഞാൻ ചെയ്യുന്നത് ഇതിൽ നിന്നെല്ലാം എന്നിനെ ഞാൻ പുറത്തെടുക്കുന്നു. ഓക്കെ, എൻ മൈനസ് 1 എന്ന് ഞാനൊരു n പുറത്തെടുത്തു. അപ്പോൾ എന്ത് കിട്ടും? n പുറത്തെടുക്കുമ്പോൾ 1 മൈനസ് 1 ബൈ n അല്ലേ. ഇങ്ങനെയല്ലേ വരിക? n മൈനസ് 1 എന്ന് ഞാനൊരു n പുറത്തെടുത്താൽ n ഇൻറ്റു 1 മൈനസ് 1 ബൈ n എന്ന് എഴുതി കൂടെ? ദാറ്റ് ഈസ് ഇതിന് ഔട്ട് സൈഡ് ഉള്ളിലോട്ട് എടുത്ത് നോക്കൂ. n മൈനസ് n ഇൻറ്റു 1 ബൈ n വിച്ച് ഈസ് ഈക്വൽ ടു n മൈനസ് 1 കണ്ടോ. അപ്പോൾ n മൈനസ് 1നെ ഞാൻ n ഇൻറ്റു 1 മൈനസ് 1 ബൈ n എന്ന് എഴുതി. പിന്നെ n മൈനസ് 2നെ ഞാൻ n ഇൻറ്റു 1 മൈനസ് 2 ബൈ n എന്ന് എഴുതി. അങ്ങനെ എഴുതാമല്ലോ അല്ലേ. ദാറ്റ് ഈസ് n മൈനസ് 2. ഓക്കെ,
n-3 ആണ് എന്നുണ്ടെങ്കിൽ n ഇൻറ്റു 1 മൈനസ് 3/n. n-x-1 ആണെന്നുണ്ടെങ്കിൽ എന്ത് എഴുതാൻ പറ്റും? n-x-1 ആണെങ്കിൽ നമുക്ക് n ഇൻറ്റു 1 മൈനസ് x-1/n. ഓക്കെ, ഇങ്ങനെയുള്ള ഈ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് ഇനി അടുത്ത സ്റ്റെപ്പ് പോകുന്നത്. ഇതിനൊക്കെ ഞാൻ n ഔട്ട് സൈഡ് എടുക്കാൻ പോവുകയാണ്. n ഇതിനൊക്കെ ഔട്ട് സൈഡ് എടുക്കാൻ പോകുന്നു. സോ ഇതിൽ നിന്ന് n-1 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ n ഇൻറ്റു 1 മൈനസ് 1/n. ഇതിൽ നിന്ന് n-2 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ n ഇൻറ്റു 1 മൈനസ് 2/n എക്സെട്ര n ഇൻറ്റു നമ്മുടെ ഈ ടേം n-x+1 ആണ് അല്ലേ? ഈ ടേം n-x+1 ആണ്. അതിനെ എനിക്ക് n-x+1 ഞാൻ ഇങ്ങനെ എഴുതി n-x-1 ഇങ്ങനെ എഴുതാലോ. n-x-1 ദാറ്റ് ഈസ് n-x+1. ഇത് n-x+1 തന്നെ കിട്ടും അല്ലേ? അപ്പോൾ ഇതിന് ഞാൻ ഇങ്ങനെ എഴുതി. എന്നിട്ട് ഇതിൽ നിന്നാണ് ഞാൻ n ഔട്ട് സൈഡ് എടുക്കുന്നത്, n-x-1. അത് നമ്മളിവിടെ ചെയ്ത് നോക്കി. n-x-1 n ഔട്ട് സൈഡ് എടുത്താൽ എന്ത് കിട്ടും? n ഇൻറ്റു 1 മൈനസ് x-1/n. n ഇൻറ്റു 1 മൈനസ് x-1/n. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. n ഇൻറ്റു 1 മൈനസ് x-1/n ഇൻറ്റു നമ്മുടെ ഈ p⁻x-ഉം q⁻n-x ഒക്കെ അതുപോലെ തന്നെ എഴുതി. p⁻x, q⁻n. ഇത് ഡിനോമിനേറ്ററിന് താഴത്തെ അല്ല കേട്ടോ. ഇതിവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ എഴുതിയെന്നേ ഉള്ളൂ. ഇതിവിടെ നേരെ എഴുതേണ്ട സാധനമാണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇതിൽ എത്ര n ഉണ്ട്. ഇവിടെ ഒരു n ഉണ്ട്, ഇവിടെ n ഉണ്ട്, ഇവിടെ n ഉണ്ട്. അങ്ങനെ എത്ര വരെ n ഉണ്ട്, എത്ര ടൈംസ് n ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അതിന് ഞാൻ നോക്കുന്നത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഒരു n ഉണ്ട് അല്ലേ? ഇവിടെ 1. അപ്പോൾ ഒരു n ഇവിടെ കിട്ടി. ഇത് രണ്ടാമത്തെ n. ഇവിടെ ഒന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ n കിട്ടുമായിരുന്നു. അങ്ങനെ എത്ര n വരെ ഉണ്ടാവും? x-1 n വരെ ഉണ്ടാവും. x-1ന്റെ കൂടെ ഒരു n, ഇവിടെ 3ന്റെ കൂടെ ഒരു n, 2ന്റെ കൂടെ ഒരു n, 1ന്റെ കൂടെ ഈ n ഒഴികെട്ടോ. ഈ n നമ്മൾ കൂട്ടിയിട്ടില്ല, അതില്ലാതെ പറഞ്ഞത്. ഇവിടെ ഒരു n, ഇവിടെ ഒരു n, അങ്ങനെ x-1 n ഉണ്ടാവും. അപ്പൊ ഈ n കൂടെ കൂട്ടിയാൽ എത്ര വരും? xn വരും അല്ലേ? x-1 n ഈ ടേംസിൽ തന്നെ നമ്മൾ പുറത്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു n കൂടെ കൂട്ടിയാൽ നമുക്ക് xn വരും. ദാറ്റ് ഈസ് n⁻x. ഇവിടുന്ന് ഒരു n കിട്ടി, ഇവിടുന്ന് ഒരു n കിട്ടി, ഇവിടുന്ന് ഒരു n കിട്ടി. അപ്പോൾ x-1 n ഇൻറ്റു ഈ n, ദാറ്റ് ഈസ് n⁻x ഇൻറ്റു ഇനി ഇതെല്ലാം അതുപോലെ തന്നെ എഴുതൂ. 1 മൈനസ് 1/n, 1 മൈനസ് 2/n, 1 മൈനസ് x-1/n, p⁻x, q⁻n ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ q⁻x. ഓക്കെ, ഇനി ചെയ്യുന്നത് ഇവിടെ n⁻x ഉണ്ട്, ഇവിടെ p⁻x ഉണ്ട് അല്ലേ? അത് രണ്ടും കൂടെ ഞാൻ ഒന്നിച്ച് എഴുതാൻ പോകുന്നു, np. ഓക്കെ, അപ്പോൾ ഈ ടൈംസ് ഒക്കെ ഞാൻ അതുപോലെ എഴുതുന്നു. പിന്നെ n-ഉം p-യും np⁻x ഇൻറ്റു q⁻n ഞാൻ 1 മൈനസ് p⁻n എഴുതി. ഇവിടെ q⁻x-നെ 1 മൈനസ് p⁻x എന്ന് എഴുതി. ഫുൾ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് നമുക്ക് വേണ്ടത്. പോസോൺ ഡിസ്ട്രിബ്യൂഷൻ പ്രൂവ് ചെയ്യല്ലേ വേണ്ടേ? അപ്പോൾ അതിനുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് ഇതെല്ലാം കേട്ടോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ തേർഡ് കണ്ടീഷൻ ഉണ്ട്, np = ലാംഡ. ഇത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഇനി. ഓക്കെ, തേർഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നു. സോ ഇതെല്ലാം അതുപോലെ തന്നെ np = ലാംഡയാണ് നമ്മുടെ തേർഡ് കണ്ടീഷൻ. np = ലാംഡ അത് കൊടുക്കുന്നു. അപ്പോൾ npക്ക് ലാംഡ കൊടുക്കുന്നു. ദെൻ np = ലാംഡ ആവുമ്പോൾ p = എന്ത് കിട്ടും? λ/n കിട്ടും അല്ലേ? np = ലാംഡ ആവുമ്പോൾ p = λ/n കിട്ടും. അത് നമ്മൾ pക്ക് പകരം കൊടുക്കുന്നു. ഓക്കെ, npക്ക് പകരം ലാംഡ കൊടുത്തു, pക്ക് പകരം λ/n കൊടുത്തു. 1 മൈനസ് λ/n n ഡിവൈഡഡ് ബൈ ഇവിടെയും p ഉണ്ട്, ആ pക്ക് പകരം λ/n കൊടുക്കുന്നു. ഇനിയാണ് നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടും? ലിമിറ്റ് n → ∞. ഇതിനെല്ലാം ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതിൽ n ഇല്ലാത്ത ടേംസ് ഒക്കെ ഞാൻ ലിമിറ്റ്സിന്റെ പുറത്തോട്ട് എടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ λ⁻x ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ കിട്ടി അല്ലേ? λ⁻x n ഇല്ല, അപ്പോൾ ഞാൻ പുറത്തെടുത്തു. എക്സ് ഫാക്ടോറിയൽ ഉണ്ട് ഇവിടെ, എക്സ് ഫാക്ടോറിയൽ n ഇല്ല, ഞാനിവിടെ എടുത്തു. ബാക്കി എല്ലാത്തിനും ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനെല്ലാം ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു, ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു, ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം അല്ലേ? മൊത്തത്തിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒന്നും ലിമിറ്റ് വിഷയം വരുന്നില്ല. ലിമിറ്റ്
n ടെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ, ലിമിറ്റ്സ് ഒക്കെ ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് 1/n എന്താ? 1 മൈനസ് 1/n എങ്ങനെ ചെയ്യാം? എന്നിന് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും. 1 മൈനസ് 1/infinity വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് 1/n എന്ന് പറഞ്ഞാൽ 1. 2 ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് 2/n ആണ് അടുത്ത ടൈം. അതും ഇതുപോലെ 1 ആയിരിക്കും. 1 മൈനസ് 2/infinity വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് 2/infinity എന്ന് പറഞ്ഞാൽ അഗെയിൻ 0 വിച്ച് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഇതുപോലെ തന്നെ എക്സ് മൈനസ് 1/infinityയും അങ്ങനെ തന്നെ നമുക്ക് കിട്ടും. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് എക്സ് മൈനസ് 1/n മീൻസ് 1 മൈനസ് എക്സ് മൈനസ് 1/infinity വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എല്ലാ ടേംസും ഇങ്ങനെയുള്ള എല്ലാ ടേംസും 1 കിട്ടി. ഓക്കെ, ഇങ്ങനെയുള്ള എല്ലാ ടേംസും, അതായത് ഈ സംഭവങ്ങളെല്ലാം 1 ആണ് എന്ന് കിട്ടി. ഈ സംഭവങ്ങളെല്ലാം 1. ഇനി വാട്ട് ഈസ് ദിസ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ n ഓൾ റൈസ് ടു n. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ n ഓൾ റൈസ് ടു n. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ n ഓൾ റൈസ് ടു n വിച്ച് ഈസ് ഈക്വൽ ടു e റൈസ് ടു മൈനസ് ലാംഡ. ഓക്കെ, e റൈസ് ടു മൈനസ് ലാംഡൻ്റെ റിസൾട്ട് ആണ് ഇത്. ലിമിറ്റിൽ n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ n ഓൾ റൈസ് ടു n. ഓക്കെ, ഈ റിസൾട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ടേം എന്ത് കിട്ടി? e റൈസ് ടു മൈനസ് ലാംഡ എന്ന് കിട്ടി. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ n ഓൾ റൈസ് ടു n നമുക്ക് എന്ത് കിട്ടി? e റൈസ് ടു മൈനസ് ലാംഡ എന്ന് കിട്ടി. ഇനി ഇവിടെയുള്ള താഴെയുള്ള ഈ ടേം മാത്രമേ ഉള്ളൂ. 1 മൈനസ് ലാംഡ ബൈ n ഓൾ റൈസ് ടു എക്സ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ n ഓൾ റൈസ് ടു എക്സ്. ഇത് നമുക്ക് ഡയറക്റ്റ് എന്നിന് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് കിട്ടും? 1 മൈനസ് ലാംഡ ബൈ ഇൻഫിനിറ്റി ഓൾ റൈസ് ടു എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് എന്ത് കിട്ടും? ലാംഡ ബൈ ഇൻഫിനിറ്റി മീൻസ് 0 ഓൾ പവർ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 1 റൈസ് ടു എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഇതും 1. അപ്പോൾ ഈ ടേംസ് എല്ലാം 1 ആണ് എക്സെപ്റ്റ് ദിസ് ടേം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ n ഓൾ റൈസ് ടു n. അപ്പോൾ ഇത് മാത്രം നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇതിലപ്പോൾ എല്ലാ ടേംസും 1 കിട്ടി. ഇതെല്ലാം 1 ആണ്. ഇത് മാത്രം e റൈസ് ടു മൈനസ് ലാംഡ, ഇതും 1. അപ്പോൾ അതെല്ലാം കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ഔട്ട് സൈഡ് ഉണ്ടായിരുന്നു. പിന്നെ e റൈസ് ടു മൈനസ് ലാംഡ. ഓക്കെ, e റൈസ് ടു മൈനസ് ലാംഡ എക്സ് എന്ന് പറഞ്ഞാൽ 0 1 2 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി ആയി അല്ലേ? നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തു. n ഉള്ളത് ഇൻഫിനിറ്റി ആയി വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഓഫ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ആ 3 കണ്ടീഷൻ എൻ പി ഈക്വൽ ടു ലാംഡ കൊടുത്തു. പിന്നെ n ടെൻസ് ടു ഇൻഫിനിറ്റി p ടെൻസ് ടു 0 ആണെന്നുണ്ടെങ്കിൽ അത് ടെൻഡ് ചെയ്യുന്നത് പോസോണിലോട്ടാണ്. ഓക്കെ.